പുറത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കൊന്നവിടെ പോയി നോക്കാം. ഒരാളെ കുഴിച്ചിട്ട ചെടികൾ വേര് പിടിച്ചു നോക്കാൻ വേണ്ടിയിട്ട് പറിച്ചു നോക്കുകയാണ്. ഷാർപ്പ് കട്ടാണ്, നമ്മളുടെ ബ്ലേഡായിട്ടൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു എക്യുപ്മെന്റ് വെച്ചിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാസ്ക് ഒന്ന് മാറ്റട്ടാ. ഇന്ന് ചെറിയൊരു പരിപാടി ഉണ്ട്. എന്താണെന്നറിയോ, ജ്യേഷ്ഠൻ്റെ വീട്ടിൽ വാൾപേപ്പർ ഒട്ടിക്കാനുണ്ട്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം വീട് കയറലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ കുറച്ചുകൂടി പണി ബാക്കിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ലോക്ക്ഡൗൺ വന്ന്, അപ്പോൾ റമദാൻ്റെ മുന്നേ കയറണം എന്നുള്ളത് കൊണ്ട് പാലുകാച്ചിലെല്ലാം കഴിഞ്ഞു. അപ്പോൾ അന്ന് കയറിയത് വലിയ ഉപകാരം എന്നാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു നടക്കുന്നത്. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, അവിടെ കുറച്ച് പണികളും ബാക്കിയുണ്ട്. ആ പണികൾ ഇപ്പോൾ ഒരു വാൾപേപ്പർ ഒട്ടിക്കേണ്ടിയുണ്ട്. ആ വാൾപേപ്പർ ഒട്ടിക്കേണ്ട കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. എവിടെ വാൾപേപ്പർ ഒട്ടിക്കാം? ഇത് ഈ സാധനം നമ്മുടെ നാട്ടിലത്തെ സാധനമല്ല, ഇത് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് ഏകദേശം ഇവിടെ നിന്ന് മേടിക്കുന്ന 5 റോളിൻ്റെ ഏകദേശം അത്ര വരും. ഇത് ഒരു ബണ്ടിൽ മാത്രം. ഇപ്പോൾ 2 റോളുണ്ട്. ഈ 2 റോളും നമുക്ക് അവിടെ ഒട്ടിക്കേണ്ടതാണ്. അവിടെ പണിക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് കാണാം. ഓക്കെ, വാ. ഞാനിപ്പോ ലോഡിങ് ലോഡിങ് തന്നെ നടക്കും. വണ്ടിമേ തന്നെ പോണത്. ഇതാ നമ്മളെ സാധനം ഉണ്ട് കേട്ടാ, നമ്മളെ പുലിക്കുട്ടി. സൗണ്ട് ഇപ്പോൾ കേൾക്കോ എന്നുള്ള എനിക്കറിയില്ല. പെട്ടെന്ന് ഇവിടെ എത്തിയാ? എന്തൊരു ഒരാളെ കുഴിച്ചിട്ട ചെടികൾ വേര് പിടിച്ചു നോക്കാൻ വേണ്ടിയിട്ട് പറിച്ചു നോക്കുകയാണ്. വേണ്ടാ, ഇതൊക്കെ ഒരു 4 ദിവസം മുന്നേ കുറിച്ചിട്ടാലടാ. 4 ദിവസം മുന്നേ പറിച്ചിട്ട പറിച്ചിട്ട് മല വെട്ടിയിട്ട് കട്ട് ചെയ്ത് വെപ്പിച്ചാണ്. ഈ സാധനം വേര് വന്നോ നോക്കാൻ വേണ്ടിയിട്ട് പറിച്ചിട്ടത്. നമ്മൾക്ക് പണ്ട് നമ്മൾ ചെറുപ്പത്തിലുണ്ടായിരുന്നിട്ട് ഈ പരിപാടി. അതെന്തായാലും ആ ടൈമിൽ ഇങ്ങനെ വരും. എന്തായാലും വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വീട് ഫുള്ളായിട്ട് ഞാൻ കാണിച്ചില്ല, വേറൊരു വീഡിയോ ചെയ്യേണ്ടി വരും. ഇപ്പം നമ്മൾ ഇവിടെ വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഈ വീഡിയോ ഇതൊക്കെ ഇവിടെ അക്വേറിയം വരേണ്ട സംഭവം. അപ്പോൾ കംപ്ലീറ്റ് കറക്റ്റ് കാര്യങ്ങൾ ബാക്കി ഞാൻ കാണിച്ചു തരാം. ഈ ചുമര്, ആ ചുമര്, ഈ 2 ചുമരുമേലാണ് പൊട്ടിക്കേണ്ടത് കേട്ടോ. ഇവിടെ സ്കഫോൾഡിങ് ഇട്ടുകൊടുക്കാൻ കേട്ടോ, അവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. മറ്റേ സ്കഫോൾഡിങ് ഇതാവില്ലേ, നമുക്ക് പൈപ്പ് ഇട്ടാണ് സ്കഫോൾഡിങ് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ. അപ്പോൾ അതിൻ്റെ പേരിൽ പൈപ്പ് ഇട്ടുകൊടുക്കുകയാണ്. എന്തായാലും പൈപ്പ് ഇടൽ ചെയ്യട്ടെ, ബാക്കി പരിപാടി പിന്നെ കാണിച്ചു തരാം. ഓക്കെ, ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. വാ. അതെന്തൊരു സാധനം മേടിക്കാൻ
യൂട്യൂബ് എടുക്കാൻ ഇവിടെ ഇവിടെ മതിൽ കെട്ടാൻ വകുപ്പില്ല. മതിൽ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ് മറ്റേ നമ്മൾ കുളം അവിടെ നിന്ന് ഇങ്ങോട്ട് കുളം കെത്തി വന്നതാണ്. കാണിച്ചുതരാം. ആ ഒരു ഏരിയ ഇപ്പോൾ അവിടെ തറ നിൽക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഇപ്പുറ മരം കുളത്തിൻ്റെ തിണ്ടത്തായിരുന്നു. അവിടെ നിന്ന് അതങ്ങണ്ട് നികത്തി എത്രത്തോളം ഇത് മൊത്തം ഇതാവും. കുളം കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം സ്ഥലം നമുക്ക് കിട്ടി. പക്ഷെ ഇവിടെ മതിൽ കെട്ടാൻ വകുപ്പില്ല. അത് വലിയൊരു ഹ്യൂജ് എമൗണ്ട് തന്നെ വേണ്ടി വരും. അടിത്തറ ഇടാനും തകർന്ന് വീഴേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ ഇവിടെ ഷീറ്റ് അടിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഷീറ്റ് വർക്ക് വേണം നമ്മളുടെ ഇത് ആസ്പെറ്റോസ് അലൂമിനിയം ഷീറ്റ്, അത് അടിച്ചിട്ട് അവിടെ ഫ്രെയിം ഇപ്പോൾ തൽക്കാലം ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഇതിന് കംപ്ലീറ്റ് ഗ്രേ ഷീറ്റുകൾ വരും. അപ്പോൾ അതിപ്പോൾ നമുക്ക് നല്ലൊരു ഭംഗിയുള്ളൊരു ഏരിയയായി മാറി. ഗ്രേ ഷീറ്റ് ഓൾറെഡി അറിയണമല്ലോ, ഗ്രേ ഷീറ്റ് അടിച്ചെന്നുണ്ടാ നല്ലൊരു ഏരിയയും ഭംഗിയുള്ളൊരു ഏരിയയും മാറും. അപ്പോൾ 4 ഭാഗം നമ്മൾ 4 ഭാഗമല്ല 3 ഭാഗം നമ്മൾ മതിലിട്ടില്ല. ഇവിടെ സ്ലാബ് മതിലിട്ട് ഫ്രണ്ടിൽ വലിയ മതിലും കെട്ടി. ഇവിടെ കച്ചറയൊക്കെ എടുക്കുകയാണ്, കാരണം വീടിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി ഇവിടെ ഇത് മൊത്തം ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാൻ. ഇതിന് തൊട്ട് മേലെ കൂടി ഒരു ലൈൻ പോണൊക്കെ. ഇത് KCB-കാരോട് പറഞ്ഞാലോ വാവാ. ഈ ഒരു സംഭവം കണ്ട ഇവിടെ കർമ്മൂസ് ഇത് എത്ര ഒരു ഏകദേശം ഇതാ ഇതിൻ്റെ ഹൈറ്റിനാട്ടിയും കുറച്ചും കൂടി 2 അടി ഹൈറ്റും കൂടി കൂടുതലുണ്ടാവുള്ളൂ. അതിൻ്റെ തൊട്ട് മേലെ ലൈൻ കമ്പിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് KCB-കാരോട് പറഞ്ഞിട്ടുണ്ട്, അവർ മാറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഞാൻ അവരുടെ റീപ്ലൈ എന്നുള്ള അറിയില്ല. കാരണം ഇത് പഴയ കുടുംബസ്വത്ത് പോലെ കിട്ടിയ പറമ്പുകളാണ് ഇത് കംപ്ലീറ്റ്. അപ്പോൾ അതിൻ്റെ പേരിൽ അന്ന് പോയ ലൈനായിരുന്നു. ഇതങ്ങനെ ഭാവിച്ച് നമ്മളുടെ കയ്യിലേക്ക് എത്തി. ഇപ്പോൾ നമ്മളുടെ കയ്യിലെത്തി നോക്കുമ്പോഴാണ് ഇങ്ങനൊരു പ്രശ്നം വന്നിട്ടുള്ളത്. എന്തായാലും അവർ മാറ്റുമെന്ന് പ്രതീക്ഷയുണ്ട്. ഓക്കെ, എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. മറ്റവരുടെ സ്കഫോൾഡിങ് ക്ലിയർ ആക്കിയിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. സ്കഫോൾഡിങ് ക്ലിയർ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വാൾ പേപ്പർ ഒട്ടിക്കണേ കാണാം. ഓക്കെ, ഇതാ ഇപ്പോൾ ഇവിടെ സ്കഫോൾഡിങ് എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പ്രോസസ്സ് ചെന്നുണ്ടായാലും നമ്മളുടെ ഈ വാളിൽ ഇത് ഫിക്സ് ചെയ്യലാണ്. ഇപ്പോൾ ഇതിനായിട്ട് ഇവരിവിടെ ഈ വാൾ പേപ്പർ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ സീലൊക്കെ പൊട്ടിച്ച് ഇനി നിവർത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിവർത്തിയതിൻ്റെ ശേഷം അതിൻ്റെ അളവ് നമ്മൾ ഓൾറെഡി ഒരു അളവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോ പീസായിട്ടുള്ള ഒട്ടിക്കലുണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഓൾറെഡി ഒരു അളവ് എടുത്ത് വെച്ചിട്ട് അത് ആ കറക്റ്റ് പീസുകളിൽ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം ഇവർ ഓരോ പീസ് ഇങ്ങനെ മാറ്റി വെക്കും. എന്നിട്ട് ഇതായിരിക്കും ഓരോ പീസ് ലെവലിലായിരിക്കും ഇത് ഒട്ടിക്കലുണ്ടാവുക. ഇത് ഒട്ടിക്കാനുള്ള ഗമ്മ് പുറത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കൊന്നവിടെ പോയി നോക്കാം കേട്ടോ. ഇപ്പോൾ പച്ചവെള്ളത്തിൽ ഓൾറെഡി ഒരു ഫസ്റ്റിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ അത് ശരിക്ക് അതിൻ്റെ തിക്നെസ് വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ചും കൂടിയും പൗഡർ ഇട്ടിട്ട് കലക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഏതാ പൗഡർ എന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. ഇതാണ് കേട്ടോ സാധനം. മറ്റേ ബാർട്ടോളേൻ്റെ ഓൾ പർപ്പസ് വാൾ പേപ്പർ അഡ്ഹസീവ് എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് വെച്ചിട്ടാണ് ഇവർ ഈ വെള്ളത്തിൽ കലക്കിയിട്ട് പശയാക്കി മാറ്റുന്നത്. ഇപ്പോൾ കണ്ടില്ല, ഇപ്പോൾ നമ്മൾ ആ കലക്കി വെച്ച ആ പശ ഉണ്ടല്ലോ, ആ പശ ഇപ്പോൾ നമ്മുടെ വാൾ പേപ്പർ മറിച്ചിട്ടിട്ട് പുറം ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവർ മൊത്തം തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ഇനി തേച്ച് പിടിപ്പിക്കും. ഈ സാധനം ഇനി അവിടെ കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്യുക. ഇപ്പോൾ അവർ ഓൾറെഡി നമ്മുടെ ചുമരുമേൽ ഈ സാധനം മൊത്തം ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ അവിടെ ഇപ്പോൾ അടിച്ചു കൊടുക്കുന്ന പശ ഉണ്ടല്ലോ, അത് ഇപ്പോൾ ഈ കലക്കി വെച്ചുള്ള പശ അല്ല കേട്ടോ. അത് ആ ചെറിയ ഡപ്പിലാണ് കാണുന്നത്. അത് വേറൊരു തരം പശയാണ്. അത് ഫെവിക്കോൾ പോലത്തെ ഒരു വേറൊരു കെമിക്കലാണ്. പക്ഷേ അതിൻ്റെ ഏതാണ് പ്രൊഡക്റ്റ് എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. അത് ഞാൻ നിങ്ങൾക്ക് അറിയുമെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക, അത് എനിക്ക് കമൻറ്റ് ചെയ്യുക. ബാക്കി എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ആ മൊത്തം പശ ഇപ്പോൾ നമ്മൾ കലക്കി വെച്ച പശ ചുമരുമലും തേക്കുന്നുണ്ട്. ഈ ജോയിൻ്റ് ഭാഗം അതുപോലെ തന്നെ കോർണർ ഭാഗമൊക്കെ വരുന്നുണ്ടല്ലോ, അവിടെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ ആ ചെറിയ ഡപ്പയിലുള്ള പശ, അതാണ് അവർ തേക്കൽ. ആ ചെറിയ ബ്രഷ് കൊണ്ട് കംപ്ലീറ്റ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് ഇത് ഒട്ടിക്കണം കേട്ടോ.
ഇവരോട് ഒട്ടിച്ചൊട്ടിച്ച് വന്ന് നോക്കുമ്പോഴേ അവിടുന്ന് പുറത്തുനിന്ന് ആ പറകോളുടെ ഭാഗത്തുനിന്ന് അവിടുന്ന് പുറത്തുനിന്ന് ലെയർ ഇങ്ങനെ തള്ളിയിട്ട് ഈ ഒട്ടിച്ച ഭാഗം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരൽ തുടങ്ങി. അപ്പോൾ അതിൻ്റെ പേരിൽ അവരെന്ത് കംപ്ലീറ്റ് ഒന്ന് ട്രാക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഒട്ടിച്ച് എല്ലാം ലെവൽ പശ ഒട്ടിച്ചതിന് ശേഷമായിരിക്കും അതിൻ്റെ ആ കോർണർ കംപ്ലീറ്റ് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ തൽക്കാലം ആ എയർ സർക്കുലേഷനക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അവിടെ ജസ്റ്റ് ട്രാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് വീട്ടിൽ മറ്റേ ഇൻ്റർനെറ്റിൻ്റെ കണക്ഷൻ ഫൈബർ ഓപ്റ്റിക്കലിൻ്റെ കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കണക്ഷൻ തരാൻ വേണ്ടി ആൾക്കാർ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കുറേ നേരം പല പണിക്കാരും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പുതിയൊരു പണിക്കാരൻ്റെ കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ കേരള വിഷൻ്റെ ചാവക്കാട് മേഖലയിൽ കേരള വിഷൻ്റെ ഇതിൻ്റെ ഓരോ കണക്ഷൻ ഇവിടെ ഇപ്പോൾ നമ്മൾ വീട്ടിലെടുക്കുന്ന ഫൈബർ ഓപ്റ്റിക്കലാണ്. FTTH ഉണ്ടല്ലോ, അതാണ് വരുന്നത്. ഇപ്പോൾ കേരള വിഷൻ്റെ ആദ്യമൊക്കെ കേബിള് ബ്രോഡ്ബാൻഡ് സർവീസിൽ ആയിരുന്നു. ഇപ്പോൾ ഫുള്ളായിട്ട് ഇപ്പോൾ മറ്റേ ഇതാണല്ലോ ലേസർ ഉപയോഗിച്ചിട്ടുള്ള ഫൈബർ ഓപ്റ്റിക്കലായി മാറി. അപ്പോൾ ഈ കേബിളുകൾ തമ്മിൽ ഇത് ഫൈബർ ഓപ്റ്റിക്കലിൻ്റെ ജസ്റ്റ് ഒരു ചെറിയൊരു കോയിൽ പോലത്തെ സംഭവം വരുന്നത്. അപ്പോൾ ഇത് രണ്ട് കോയിലുകൾ തമ്മിൽ ബന്ധിപ്പിക്കണം. നമ്മൾ ഈ വയർ സോൾഡർ ചെയ്യുന്ന പോലത്തെ ഒരു പ്രോസസ്സിങ്ങാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. അപ്പോൾ രണ്ട് ഇതുണ്ടല്ലോ പൈപ്പുകൾ, ചെറിയ ഭയങ്കര മൈന്യൂട്ടായ ഒരു പൈപ്പുകളാണിത്. ഗ്ലാസ് പൈപ്പാണ്. ഈ ഗ്ലാസ് പൈപ്പുകൾ രണ്ടും കൊണ്ട് ജോയിൻറ്റ് ചെയ്യാനുള്ള ഒരു എക്യുപ്മെൻ്റാണിത്. ഇത് ഞാൻ ഗൾഫിൽ കണ്ടിട്ടുണ്ട്. അവിടെ STC സൗദി ടെലികോമിൻ്റെ ഒക്കെ അവരുടെ ആളുകൾ വരുന്ന സമയത്ത് അവരുടെ കയ്യിലുണ്ടാവും. നമ്മളുടെ നാട്ടിൽ ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളെ വീട്ടിൽ വെക്കുന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇത് കാണുന്നത്. ഇപ്പോൾ ഈ വെക്കുന്നത് അത് കട്ട് ചെയ്യാണ്. അത് ഭയങ്കര ഷാർപ്പ് കട്ടാണ്. നമ്മളുടെ ബ്ലേഡായിട്ടൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു എക്യുപ്മെൻ്റ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് കേബിളുണ്ടല്ലോ, ഈ കേബിൾ തമ്മിൽ ബന്ധിപ്പിക്കേണ്ട സംഭവമാണ് ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും കേബിൾ കണക്റ്റ് ആവുന്നത്. എന്തായാലും ഇവർ ഈ വർക്ക് കൂടെ ചെയ്തുകൊണ്ടിരിക്കട്ടെ. നമുക്ക് നമ്മളുടെ വർക്കിലേക്ക് പോവാം. നമ്മളുടെ സ്റ്റിക്കർ ഒട്ടിക്കുന്ന പണിയല്ല നമ്മളുടേത്, അത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശം നമ്മളുടെ വർക്ക് കഴിയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ കോർണറും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഇപ്പോൾ ഷാർപ്പായിട്ട് കട്ട് ചെയ്യേണ്ട ഭാഗങ്ങളുണ്ട്. ആ കട്ട് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ അവർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അവർ ഒട്ടിക്കുന്ന സമയത്ത് വേറൊരു വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് ജോയിൻറ്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന പാർട്ടുണ്ടല്ലോ, ആ ഭാഗത്ത് ചിലപ്പോൾ ട്രാക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ്. അത് ചില ഡിസൈനിങ്ങിൽ വരുന്ന വിഷയങ്ങളാണത്. അപ്പോൾ ആ ട്രാക്ക് എടുത്ത് കാണിക്കും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പെർഫെക്റ്റായിട്ട് ഇവർ ഒട്ടിച്ചിട്ടുണ്ട്. ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെയാണ് നമ്മളുടെ ഡിസൈനിങ് അവിടെ വന്നിട്ടുള്ളത്. കമ്മിറ്റിയുമായി ബന്ധപ്പെടാം. നീ നമ്മളെ വാൾപേപ്പർ ഒട്ടിച്ച ഓണർ മുതലാളി നമുക്കൊന്ന് കാണിച്ചു കൊടുത്തോ. ഷിയാസ് അല്ലേ? നമ്മൾ പുന്നേലല്ലേ വീട്? ഓക്കെ, പുന്നക്കാരനാണ് കേട്ടോ. നമ്മൾ ചാവക്കാട് മേഖലയിൽ പുന്നേലാണ്. ഷോപ്പിന്റെ പേര് വാളർ ഡക്കർ. ഇങ്ങോട്ട് കന്നെങ്കിലല്ല ഒരു ക്ലിയർ ഉണ്ടാവും. വാളർ ഡക്കർ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ നമ്പറും എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലൈനിൽ ഇപ്പോൾ ഞാൻ വിട്ടാം. ഓക്കെ, അപ്പോൾ ഇവനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഈ വീടിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇപ്പോൾ ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഇത് പൊട്ടിക്കണേ മാത്രമേ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ എല്ലാ റൂമിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇന്ന്
ഇത്ര വീഡിയോ ഉള്ളൂ. ഈ ഒട്ടിച്ചതിൻ്റെ റേറ്റ് പറയും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇവരെ മൊത്തം നമ്മൾ കോണ്ടാക്ട് കൊടുത്തതല്ല. ഞാൻ ഗൾഫിൽ നിന്ന് സാധനം കൊണ്ടുവന്ന് ജസ്റ്റ് ഒട്ടിക്കുക എന്നുള്ള ഒരു പരിപാടി പ്രോസസ്സ് മാത്രമാണ് ഇപ്പോൾ ഇവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ റേറ്റ് എത്രയാണ് പറഞ്ഞത്? 5400. അപ്പോൾ ഇന്ന് ഇത്രയാണ് വീഡിയോ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോയുടെ മൊത്തം ഇത് ഞാൻ വിടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ സൈനിങ് ഓഫ്. സിദ്ദീഖ്.